വയനാട് ദുരിതബാധിതർക്കായി 40 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം കൈമാറാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് സ്ഥാപനം ശേഖരിച്ച ഈ തുക കൈമാറുക. വയനാട് ഉരുൾപൊട്ടിയപ്പോൾ ഉള്ളം പൊള്ളിയ കേരളക്കര ആ നാടിനെ തിരിച്ചുപിടിക്കാനും ഒറ്റക്കെട്ടായി ഇറങ്ങുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ മുതൽ വ്യക്തികൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ വരെ കണ്ണി ചേർന്ന് വയനാടിന്റെ കരം പിടിക്കുന്നു. നഷ്ടപ്പെട്ട ജീവനുകൾക്കൊന്നും പകരമാകില്ലെങ്കിലും ഇനിയുള്ളവരുടെ പുനരധിവാസത്തിനാണ് ശ്രമം. ഇതിൽ മാതൃകാപരമായ ഇടപെടൽ നടത്തുകയാണ് പാലാ ബ്രില്യൻ കോച്ചിംഗ് സെന്റർ. ബ്രില്യൻ കുടുംബത്തിലെ വിദ്യാർത്ഥികളും സ്റ്റാഫ് അംഗങ്ങളും മാനേജ്മെന്റും കൂടി സമാഹരിച്ചത് 40 ലക്ഷം രൂപ. മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയുടെ വിക്ടറി ഡേയുടെ വേദിയിൽ വെച്ചാണ് ഈ തുക കൈമാറിയത്. ഇത്തരം ശ്രമങ്ങൾ ദുരിതബാധിതരുടെ അതിജീവനം സമയബന്ധിതമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ മെഡികോൺക്യൂർ മെഡിക്കൽ വിക്ടറി ഡേ ആഘോഷിച്ചു. മുൻ വർഷങ്ങളിൽ മെഡിക്കൽ പ്രവേശന പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അങ്കമാലി അഡ്ലക്സ് ഇന്റർനാഷണലിൽ നടന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ മികച്ച വിജയം നേടിയ 2000-ലധികം വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ സ്നേഹോപഹാരമായി സ്കോളർഷിപ്പുകളും ഗോൾഡ് മെഡലുകളും സമ്മാനിച്ചു. നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ശ്രീനാഥ് ഷർമിലിന് 1 കോടി രൂപയും ഗോൾഡ് മെഡലും നൽകി. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് 40 ലക്ഷം രൂപയും കൈമാറി. ചടങ്ങിൽ മന്ത്രിമാർ, MP-മാർ, MLA-മാർ, പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.